കേരളത്തെ പുതുയുഗത്തിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. മന്ത്രി സ്വാതന്ത്ര്യദിന പരേഡിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താൻ നമുക്ക് കഴിയണമെന്നും തിരിച്ചടികളുണ്ടായ മേഖലകളിൽ തിരിച്ചുവരവിനു പരിശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി കെ.എം. സാബു മാത്യു, കോട്ടയം നഗരസഭാ അധ്യക്ഷൻ എം.പി. സന്തോഷ് കുമാർ, നഗരസഭാംഗം ജോഫി മരിയ ജോൺ, ഇ.ഡി.എം. സോളി ആന്റണി, കോട്ടയം ആർ.ഡി.ഒ. നിജു കുര്യൻ, തഹസിൽദാർ സിറിൽ സഞ്ജു ജോർജ്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന, എൻ.സി.സി, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ്, സ്കൗട്ട്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, ബാൻഡ് എന്നിവയുൾപ്പെടെ 25 പ്ലറ്റൂണുകൾ പരേഡിൽ പങ്കെടുത്തു. രാജ്യത്തും സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുമ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ വളർച്ചയാണ് രാജ്യത്തെമ്പാടും ഉണ്ടായിട്ടുള്ളത്. ആ വളർച്ചയുടെ പാതയിൽ ഇനിയും നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. പട്ടിണിയില്ലാത്ത, പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി പ്രതിജ്ഞയെടുക്കാം. ഇന്ത്യയുടെ വളർച്ചയുടെ പാതയിൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ മുൻനിരയിലേക്ക് വരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിരവധിയായ നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിച്ചു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ ഈ വളർച്ചയുടെ പാതയിൽ ഇന്ത്യയിൽ ഏറ്റവും വികസിതമായ സംസ്ഥാനങ്ങളുടെ മുൻനിരയിലേക്ക് കേരളവും കടന്നു വരുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ കഴിയുക. വിവിധ രംഗങ്ങളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തുവാൻ നമുക്ക് കഴിയണം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വളർച്ചയുടെ പാതയിലൂടെ വന്ന കേരളത്തെ വീണ്ടും വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുവാൻ 2026 നമ്മൾ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ വീണ്ടും ഒരേ മനസ്സോടെ പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട്. പറയുന്നതും കോട്ടയം പൗരാവലിക്കും കോട്ടയം ജില്ലയ്ക്കും അഭിമാനം പകരുന്ന വസ്തുതയാണ്. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പാതയിൽ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടിയുള്ള പ്രയത്നത്തിൽ ആത്മാർത്ഥമായുള്ള നീതിപൂർവമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുമ്പോൾ ഈ സ്വാതന്ത്ര്യദിനം അർത്ഥപൂർണമായി തീരുകയാണ് എന്ന് ഞങ്ങൾ കണക്കാക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനത്തിന് മംഗളാശംസകൾ എല്ലാവർക്കും നേരുന്നു. വളരെ മനോഹരമായി നമ്മുടെ സ്വാതന്ത്ര്യദിനാഘോഷം കോട്ടയത്തെ സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ കളക്ടറെയും ജില്ലാ പോലീസ് ചീഫ് അടക്കമുള്ള എല്ലാ ഒഫീഷ്യൽസിനെയും ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ പരേഡ് മനോഹരമാക്കി മാറ്റുവാനും സ്വാതന്ത്ര്യദിന പരേഡിന്റെ പ്രാധാന്യം വിളിച്ചറിയിച്ചുകൊണ്ട് ശ്രദ്ധേയമായ നിലയിൽ പരേഡിൽ പങ്കെടുക്കുവാനും നമ്മുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ മുതൽ ഉയർന്ന പോലീസ് ഓഫീസേഴ്സ് വരെ വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു എന്ന് പരേഡ് വിലയിരുത്തിയ വിശിഷ്ടാതിഥി എന്ന നിലയിൽ കാണാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യവും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിന് മംഗളാശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.